ഹലോ ഗൈസ്, മൈൽസ്റ്റോൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഓസ്ട്രേലിയയിലെ തന്നെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസസിലാണ്. മാൻഡ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. മാൻഡ്രയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഡോൾഫിൻ ക്രൂസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സംഭവമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നേരെ ഡോൾഫിൻസിനെ കാണാം ഇന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് മാൻഡ്ര ഫോർഷോർ. നമ്മൾ ക്രിസ്മസിൻ്റെ വീഡിയോയിൽ ഈ സ്ഥലം കാണിച്ചിരുന്നു, പക്ഷേ അത് രാത്രിയായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഫോർഷോർ എന്ന് പറഞ്ഞ ഏരിയ. അപ്പോൾ നമ്മൾ കടലിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേമാതിരി ചെറിയ ബോട്ട് ജെട്ടികളും ഫിഷിംഗ് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ നിങ്ങളവിടെ കാണുന്നത് പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ്. കഴിഞ്ഞ കൊല്ലം ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമാണ് മാൻഡ്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴായാലും ഒരുപാട് ഡോൾഫിൻസിനെ നമ്മൾ ഇവിടെ തന്നെ കാണാറുണ്ട്. ഈ കാണുന്ന കടൽവില്ലും ഡോൾഫിൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നമ്മളിതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്രൂസിൽ ബുക്ക് ചെയ്ത് ഒരാൾക്ക് $40 വെച്ചിട്ടാണ് ക്രൂസ്. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂറത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മളവിടെ പോയി കുറച്ച് കടലിലേക്ക് പോയിട്ട് ഡോൾഫിൻസിനെ കാണാനുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെറിയ കാറ്റമറൈൻ പോലത്തെ ഒരു ബോട്ടിലാണ് ഡോൾഫിൻ ക്രൂസിന് വേണ്ടി പോകുന്നത്. Maybe, but I'll just grab a seat downstairs. Once we get going, you can walk around the boat. We just get everyone to take a seat at the start while we're alongside. നമ്മളിപ്പോൾ ഉള്ളത് മാൻഡ്ര എസ്ട്രിയിലാണ്. എസ്ട്രിയിൽ ഒരുപാട് ബോട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുത്ത് നേരെ ഡോൾഫിനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിയറിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൂരെ പോണത് കാണാം. മറീൻ സേഫ്റ്റിയുടെ ബോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണാവുന്ന ആൾക്കാർ മൊത്തം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ മാൻഡ്ര ഇതേപോലെ തന്നെ ഒരുപാട് ബോട്ടുകളും ഇതേമാതിരി കനാൽസും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ കനാലിനോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകളുണ്ട്. അതേമാതിരി തന്നെ ബോട്ടിൻ്റെ ഹാർബർ ഉണ്ട്. ആ കാണുന്നത് ബോട്ട് ഹാർബറാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഒരുപാട് ബോട്ട്സ് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഒരുപാട് ലക്ഷറി ബോട്ട്സ് ഉണ്ട് അവിടെയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ കനാൽസിൽ കൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഐവിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഐവിയുടെ ഫ്രണ്ടും കൊച്ചുമുണ്ട് നമ്മുടെ ഒപ്പം ഒന്ന്. അപ്പോൾ നമ്മൾ ഇതുവരെ മാൻഡ്രയിൽ വന്നിട്ട് ഡോൾഫിൻസിനെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് ഡോൾഫിൻസിനെ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കാണുന്നത് ഒരു റെസ്ക്യൂ ബോട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ കടലിലൊക്കെ പെട്ടു പോവുകയാണെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വരുന്ന ഒരു ബോട്ടാണ് കാണുന്നത്. ഈ കാണുന്നതെല്ലാം വീടുകളും കനാലിനോട് ചേർന്നുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണത്. ആ കനാലിനോട് ചേർന്ന് ഡോൾഫിൻസ് അവിടെ ഡോൾഫിൻസ് അവിടെ അറ്റത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ ചാടി കളിക്കുന്നുണ്ട് 2-3 എണ്ണം. ഒരുപാട് ദൂരെയാണ്. കാണുന്ന ആൾക്കാരൊക്കെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ദൂരെ ആയതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് അടുത്തേക്ക് വരണം, എന്നാലാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ബോട്ട് എടുക്കുകയാണ്. ബോട്ട് വലുതാണെന്നാണ് ആദ്യം പുള്ളി പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പുള്ളി ട്രൈ ചെയ്യാൻ പോകണമെന്ന് തോന്നുന്നു. അങ്ങോട്ട് കയറ്റിയിട്ട് അവിടെ ഒരുപാട് ഡോൾഫിൻസ് ഉണ്ട്. വേണമെങ്കിൽ സൂം ചെയ്യാമെന്ന്. ആ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് ഡോൾഫിൻസ്. കണ്ട അവിടെ ഡോൾഫിൻസ് ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ നീന്തി കളിക്കുകയാണ്. നമ്മളങ്ങനെ ബോട്ടും പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹാർബർ ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ പല വലിപ്പത്തിലും ഷേപ്പിലുള്ള ബോട്ടുകൾ ഇവിടെ ഒരു പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു ഹാർബറാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇതേമാതിരി അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ആ കാണുന്നതെല്ലാം ഈ പുഴയോട് ചേർന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് കാണുന്നത്. എല്ലാം മാൻഡ്രയിൽ തന്നെ ഉള്ളതാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും അതേമാതിരി തന്നെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ കണ്ടാലും ഈ കാണുന്നതും ഇതേമാതിരി റെസ്റ്റോറൻറ്റ്സ് ആണ്.
അപ്പോൾ അവിടെ ചെറിയ ബോട്ടുകളിൽ ഇതേമാതിരി ക്രൂസിന് വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വലിയ ബോട്ടുകൾ ആങ്കർ ചെയ്തിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ. അപ്പോൾ മാൻഡ്ര ക്രൂസസിലാണ് നമ്മൾ ഇന്ന് ഇതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എസ്റ്ററിയിലാണ് മെയിനായിട്ട് അവർ ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം കുറച്ച് ഒരു വെള്ള കല്ലുകൾ നിർത്തിയേക്കണുണ്ടാവും. അതൊരു വാർ മെമ്മോറിയലാണ്. യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേമാതിരി കനാൽസിൽ കൂടെയാണ്. നമ്മൾ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ പോയ കനാൽസിൽ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ അന്ന് രാത്രിയാണ് കണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് പകലുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ കാശുകാരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ കാണുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു ബോട്ട് ജെട്ടി വരെയുണ്ട്. സ്വന്തമായിട്ട് ബോട്ട്, കനാലിനോട് ചേർന്നുള്ള വീട്, അവരവിടെ സ്വന്തമായിട്ട് ബോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തൊക്കെയാണ് അവരെപ്പോഴും ഇതിൻ്റെ അകത്ത് ക്രൂസ് ചെയ്യാനൊക്കെ പോകും. ഈ കാണുന്നതൊക്കെ മില്യൻസ് വേർത്തിട്ടായിട്ടുള്ള വീടുകളാണ് ഈ കാണുന്നതെല്ലാം. ആ വീട് കൊള്ളാം. നമ്മൾ അന്ന് ലൈറ്റ് ഇട്ടപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്നത് കണ്ടോ, ഇതെന്തായാലും മില്യൻസാണ് ഈ ബോട്ടിന്. ഉണ്ട്. ഓ എന്താ സംഭവം, ഹൈഫൈ സാധനം. സോൾട്ട് ഹൗസ് ഇതൊക്കെ കാശുകാരുടെ വണ്ടികളാണ് കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കനാലിൽ കൂടെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കാണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനെ കാണാം. അത് തന്നെ ഈ കാണുന്ന വീടുകളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. ഒട്ടുമിക്ക വീടുകളിലും ഇവിടെ ബോട്ടുണ്ട്. ബോട്ടില്ലാത്ത വീട് പോലും ഇല്ല. ഇപ്പോൾ കുറേ വീടുകൾ ഇവിടെ സെയിലിനും കിടക്കുന്നുണ്ട്. അപ്പോൾ വെനീസിലുള്ള പോലത്തെ ഒരു കനാൽ സിസ്റ്റമാണ് അവരിവിടെ ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ കടലടുത്തായതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഒരു സെറ്റപ്പിൽ അവർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരുപാട് വീടുകൾ ആദ്യം പിന്നെ ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വീടുകൾ ഇവിടെ വന്നു. മിക്കതും 1 മില്യൺ ഓവറിലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റിയ വീടുകളല്ല. അപ്പോൾ ഇതേമാതിരി വീട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബോട്ടും മേടിച്ച് ഇടയ്ക്ക് ക്രൂസൊക്കെ ചെയ്ത് പോകാം. ഇവിടെ ഉള്ളവരൊക്കെ ബോട്ടിലാണ് ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ വരുന്നത് അവിടെ. പിന്നെ നമ്മുടെ മാൻഡ്ര ക്രിസ്മസ് ലൈറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന വീടുകളൊന്നുമല്ല, നല്ല വലിപ്പമുള്ള വീടുകളാണ്. സാധാരണ നമ്മൾ കാണുന്നത് ചെറിയൊരു പ്ലോട്ടിൽ ചെറിയൊരു വീടാണ് ഇവിടെ മെയിൻലി അവർ പണിയുന്നത്. പക്ഷേ ഈ കനാലിനോട് ചേർന്നിട്ടുള്ള വീടുകളെല്ലാം അത്യാവശ്യം നല്ല ഡബിൾ സ്റ്റോറീഡ് വീടുകളാണ്, നല്ല വലിപ്പമുള്ള വീടുകളാണ്. അപ്പോൾ ഗൈസ് ദേ പോണ് ഡോൾഫിൻസിനെ നിങ്ങൾക്ക് അവിടെ കാണാം. അവര് പേരിട്ടുണ്ട്. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഡോൾഫിൻ ആയിരുന്നതിന്. ഓ ഇറ്റ്സ് സോ ഫാസ്റ്റ്. ഇവിടെ ഈ 2 സൈഡിലുണ്ട്, അങ്ങും പോയിട്ടില്ല. ആയിരിക്കും. ഇറ്റ്സ് ഓവർ അണ്ടർ ഐ വി ഇവിടെ അടിയിൽ. ഓ he'll come up here. Here. Oh. Look here. Just watch out here in the front. Oh. Oh, it's cool. ഇവിടെ പെലിക്കൻസ് കറങ്ങി നടക്കുന്നുണ്ട്. ഡോൾഫിൻസിൻ്റെ അടുത്ത് ബോട്ടിനോട് ചേർന്ന് എന്താ Again, we do see a couple of them. They have got an octopus. They'll toss them around, bash them around, breaks them up, tenderizes them, gets rid of them in half. അവിടുന്ന് മിസ്സായിരിക്കുകയാണ് അവർ. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ ഈ കല്ലിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഇടയിലൊക്കെയുള്ള മീനുകളെയും ഒക്ടോപ്പസിനെയൊക്കെ നോക്കി വരുന്നതാണ്. ഫീഡിങ്
ഒരു ദിവസം 8 കിലോളം മീൻ കഴിക്കുമെന്നാണ് പറയുന്നത് ഇവർ. അപ്പോൾ ആ വെള്ള ബോട്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണുന്ന ഡോൾഫിൻസ് പാസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ഡോൾഫിൻസ് ഉണ്ട് ഇവിടെ. പലരും പല വഴിക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് പേരെയാണ് ടാർഗറ്റ് ചെയ്ത് അവരുടെ പിന്നാലെയാണ് പോകുന്നത്. അത് പിന്നെയും തിരിച്ച് കനാലിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പൊങ്ങി താഴ്ന്നത് ഇവിടെ കാണാം. ഇതേ അവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ബോട്ടിൻ്റെ. കുറേ ഉണ്ട്. അവരിങ്ങനെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നപ്പോൾ തന്നെ പതുക്കെ പതുക്കെ അപ്പുറത്തെ സൈഡിൽ രണ്ട് പറഞ്ഞ പോയി നീളത്തിൽ അവർ അപ്പോഴേക്കും ആംഗിളൊക്കെ മാറ്റിയില്ലേ. ഇതേ പോലെ ഇതേ കണ്ടു തേണ ഫ്രണ്ടിൽ കുറച്ച് സർഫസിലേക്ക് നേർന്ന് ഭംഗിയായിരുന്നു. എവിടെ ഓ സ്ലോ ഡൗൺ വെള്ളത്തിൻ്റെ അടിയിൽ You didn't see the other one playing. He was like playing. Let's get them. Or they'll bite you. That was good. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഡോൾഫിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളപ്പോൾ ആ കാണുന്ന ബോട്ടുകളൊക്കെ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്ത് സ്വയം ഓടിക്കാവുന്ന രീതിയിലുള്ള ബോട്ടാണത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ലൈസൻസോ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഡെയിലി റെൻ്റലാണത്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം അതേമാതിരി ബോട്ട് എടുത്ത് അതേമാതിരി ചെറിയ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയിട്ട് അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിപ്പോൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കാണുന്നത് പൈററ്റ് ഷിപ്പാണ്. നമ്മളതിൻ്റെ വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. മാൻഡ്രയിൽ വരുമ്പോൾ ആൾക്കാർക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പൈററ്റ് ഷിപ്പ്, അതേപോലെ ഡോൾഫിൻ ക്രൂസ്, അതേമാതിരി ഒരുപാട് ടൈപ്പ് ഓഫ് ക്രൂസസ് ഉണ്ട്. കാരണം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പൈററ്റ് ഷിപ്പിനെ ക്രോസ് ചെയ്യാൻ പോവാണ്. ഇവിടെ പിള്ളേരൊക്കെ നിന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് മാൻഡ്രയിലെ പൈററ്റ് ഷിപ്പ്. അപ്പോൾ അതുപോലെ തന്നെ ഫിഷിംഗ് പിയറാണ് അവിടെ കാണുന്നത്. ഒരു ഫിഷിംഗ് പിയറാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാൻഡ്ര ഫോർ ഷോറിനോട് ചേർന്നുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്. അവിടെയും കുറേ ബോട്ട് ജെറ്റുകളുണ്ട്. അവിടെ നമുക്ക് ബോട്ട് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫോർ ഷോറ്. പിന്നെ ഇതൊരു സ്വിമ്മിംഗ് പൂളോ ഒരു സെറ്റപ്പാണ്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നീന്താം. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നടക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇന്നത്തെ ഡോൾഫിൻ ക്രൂസ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്നത് ഇവിടുത്തെ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനാണ്. എല്ലാവർക്കും നല്ലോണം വിശന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വുഡ് ആൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് മാൻഡ്രയിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം മൈറയുണ്ട്, ആൾ പെയിൻറ്റിങ്ങിലേക്ക് കയറുകയാണ്. ഇഷാനി ഉണ്ട്, അതുപോലെ ഐവി ഉണ്ട് നമ്മുടെ ഒപ്പം. നമ്മളിവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വയറ് നിറയ്ക്കാൻ പോകണം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് നാസി ഗോറങ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ചിക്കൻ സ്ക്യൂവേഴ്സ് ഇതായിട്ട് കിഡ്സിൽ സെപ്പറേറ്റ് ഫീല്. ഐവി ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് ബ്രിസ്ക്കറ്റാണ്. ഈ കാണുന്ന നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ. ഓർഡർ ചെയ്തേക്കുന്നത് പാമി. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് ബാക്കി കാണാം.